السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. عن معاوية بن حيدة رضي الله عنه قال: قلت يا نبي الله عورتنا ما نأتي منها وما نذر. قال: احفظ عورتك إلا من زوجتك أو ما ملكت يمينك. قلت يا رسول الله إذا كان القوم بعضهم في بعض. قال: إن استطعت ألا يراها أحد فلا يراها. قال: قلت يا نبي الله إذا كان أحدنا خالية. قال: فالله أحق أن يستحي منه الناس. അബൂ ദാവൂദ്, തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞങ്ങളുടെ ഔറത്തിൽ വെളിവാക്കാൻ പറ്റുന്നതും അല്ലാത്തതും എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിൻ്റെ ഔറത്തിനെ സൂക്ഷിക്കുക, നിൻ്റെ ഭാര്യയുടെയും നിൻ്റെ വലങ്കൈ ഉടമപ്പെടുത്തിയുടെയും അരികിലൊഴികെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ വീണ്ടും മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ആളുകൾ തമ്മിൽ ഇടകലരുന്ന സമയത്താണെങ്കിലോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, ഔറത്ത് ആരും കാണാത്ത രൂപത്തിൽ സൂക്ഷിക്കാൻ നീ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഇനി അതല്ല, ഞാൻ ഇൻകാന അഹദുനാ ഖാലിയ, തനിച്ചാണെങ്കിലോ, ഒറ്റക്കാണെങ്കിലോ, ഞങ്ങൾ ഒറ്റക്കാണെങ്കിലോ? അപ്പം അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആകുന്നു ജനങ്ങളെക്കാൾ ലജ്ജയുള്ളവനായി പരിഗണിക്കപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളവനെന്ന്. അപ്പോൾ ഈ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഉറപ്പെടുത്തുന്നത് ഇസ്ലാമിക വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. ഇസ്ലാമിന് കൃത്യമായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മുഖവും മുൻകൈയും ഒഴികെയുള്ളവ അന്യരുടെ സാന്നിധ്യത്തിൽ പുറത്ത് കാണിക്കരുതെന്ന് കൃത്യമായിട്ട് സ്ത്രീകൾക്കുള്ള നിയമം. ഇനി ഒരു അഭിപ്രായ ഭിന്നതയും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ആ നിയമം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം മറയ്ക്കണമെന്നുള്ളത് പുരുഷന്മാർക്കും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പുരുഷന്മാരോട് പ്രത്യേകം നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടാൻ പാടില്ല. സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകളോട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് വൽ മുസ്ബിലു ഇസാറഹു. 3 ആളുകൾ പറഞ്ഞതിൽ ഒന്ന് പറയാണ്, എന്ത് നൽകിയാലും അതെല്ലാം എടുത്തു പറയുന്ന ആളുകൾ. അതുപോലെ കള്ളസത്യം ചെയ്തിട്ട് ചരക്ക് വിറ്റഴിക്കുന്ന ആളുകൾ. അതോടൊപ്പം ചേർത്ത് പറയുകയാണ് വൽ മുസ്ബിലു ഇസാറഹു, വസ്ത്രം വലിച്ചു വെക്കുന്നവനായിട്ടുള്ള ആൾ. അവരോട് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹദീസിൽ ഒന്നും കൂടി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, അള്ളാഹ് നോക്കൂല, കാരുണ്യത്തിൻ്റെ നോട്ടവരിലുണ്ടാവില്ല, അള്ളാഹ് സംസാരിക്കൂല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്കത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ് പുരുഷന്മാർ അവരുടെ വസ്ത്രധാരണം പാലിക്കുന്നതും അതിൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ള വിഷയം. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണമാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടി യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ട്. ഒരു വിഭാഗം ആളുകൾ ആണും പെണ്ണൊക്കെ ഒരുപോലെയാണ്, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ വൈകാരികതകൾ, ആ കാര്യങ്ങൾ ഒക്കെ, ശരീരം ഒക്കെ ഒരുപോലെയാണ്. ഇനി അവർക്കിടയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ആണ് പെണ്ണ് എന്നുള്ളതിനില്ല, അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പുരോഗമനവാദികൾ എന്ന് പറയപ്പെടുന്ന, യഥാർത്ഥത്തിൽ മനുഷ്യനെ അതിൻ്റെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകൾ ഹറാമും ഹലാലൊന്നും നോക്കാതെ തന്നെ രൂപത്തിലുള്ള പല വിഷയങ്ങളും എടുത്തിടുന്നതായിട്ട് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും. എന്നാൽ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ആണിനോടും പെണ്ണിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വഖുലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം എന്ന് പറഞ്ഞ പോലെ തന്നെ അടുത്ത ആയത്തിൽ സ്ത്രീകളോട് പ്രത്യേകം പറയാണ്, വഖുലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസിനികളോടും അവരോട് പറയണം, എന്ത് പറയണം? യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ,
അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ വേണ്ടിയിട്ട് പറയണം. വയഹ്ഫദ്ന ഫുറൂജഹുൻ, അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയണം. നിനക്ക് പണ്ഡിതന്മാർ എന്താണ് ഈ പ്രത്യക്ഷമായതൊഴിച്ച് എന്നതിൻ്റെ വിശദീകരണമൊക്കെ വിശാലമായി തന്നെ നമുക്ക് തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വല്യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അതോടൊപ്പം വളരെ വ്യക്തമായിട്ട് ഉറപ്പെടുത്തി അവരുടെ മക്കനകൾ കുപ്പായ മാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അപ്പോൾ വളരെ ഖുർആനിലൂടെ തന്നെ കൃത്യമായിട്ട് വസ്ത്രധാരണത്തിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോൾ അത് എത്ര കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇനി പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനങ്ങളിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോൾ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ഭാര്യമാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരുടെ, സഹോദരിമാരുടെ ഒക്കെ വസ്ത്രങ്ങളിൽ കൃത്യമായിട്ട് അവരുടെ ഔറത്ത് മറക്കുന്ന രൂപത്തിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സിൻഫാനി മിൻ അഹ്ലിന്നാരി ലം അറഹുമ, രണ്ട് വിഭാഗം ആളുകൾ അവർ നരകത്തിലാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ എണ്ണി പറഞ്ഞിട്ട് അവരെ എടുത്തു പറയുന്നുണ്ട്. അതിലൊരു വിഭാഗം ആളുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പശുവിൻ്റെ വാലുകളെപ്പോലെയുള്ള ചാട്ടവാറുകൾ ഉണ്ടാകും, അതുകൊണ്ട് അവർ ജനങ്ങളങ്ങനെ അടിക്കുന്നു. അതായത് അത്തരത്തിലുള്ള ചില ഭരണാധികാരികളെക്കുറിച്ചാണ് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ആളുകൾ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹാ. അവർ തുടർന്ന് പറയാണ്, ചില സ്ത്രീകളാണ്, അവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷെ അവർ നഗ്നകളാണ്, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ് അവർ, അവരുടെ തലകൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ ആടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്നിട്ട് പറയാണ് ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്ത് പ്രവേശിക്കൂല, വലാ യജിദുന റീഹഹാ, അതിൻ്റെ ആ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. എന്നിട്ട് പറയാണ് വ ഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ, തീർച്ചയായും അതിൻ്റെ മണം എന്നുള്ളത്, ആ റീഹ് എന്നുള്ളത് അതിവിദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹദീസിൽ വളരെ ഗൗരവത്തോട് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നുകൂടിയാണ് വസ്ത്രം. അത് ഇറുകിയതും ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ആകാര വടിവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു നിറവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറമേക്ക് എടുത്തു കാണിക്കുന്നതുമായിട്ടുള്ളതും ഒന്നും തന്നെ പാടില്ല, നേർത്തതോ അത്തരത്തിലുള്ളതൊന്നും തന്നെ പാടില്ല എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ ഗൗരവത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടത്. ഒന്നാമതായിട്ട് വസ്ത്രം എന്നുള്ളത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അലങ്കാരമായിട്ട്, സൗന്ദര്യമായിട്ട്, അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മുടെ ഔറത്തുകൾ, ന്യൂനതകൾ, പോരായ്മകൾ മറച്ചു വെക്കാനുള്ളത് ഒക്കെ ആയിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് അതിന് നിയമങ്ങളുണ്ട്. പുരുഷന്മാരാണെന്നെങ്കിൽ അവർക്ക് നിശ്ചയിച്ചപ്പെട്ട ഔറത്തും അതുപോലെ തന്നെ നിര്യാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതും ഗൗരവത്തോട് ശ്രദ്ധിക്കണം. ഇനി സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മുഖവും മുൻകഴിയുമുള്ള എല്ലാ ഭാഗങ്ങളും കൃത്യമായി ഔറത്ത് മറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ ഇനി ആ ഉള്ള വസ്ത്രം തന്നെ നേർത്തതോ വലിഞ്ഞു നിൽക്കുന്നതോ ശരീരഭാഗങ്ങൾ പ്രകടമാക്കുന്നതോ ആയ രൂപത്തിലല്ല എന്നുള്ളതൊക്കെയും തന്നെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകൾ, മുവഹിദുകളിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹ്മനാ യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.